ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് മീനൊന്നും കിട്ടാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് വെച്ചിട്ട് നല്ല ഒന്നാമതൊരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്, ബീഫ് മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ബീഫ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു എരിവിന് വേണ്ടിയിട്ടൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബീഫ് മസാലയ്ക്ക് വേണ്ടിയിട്ടൊരു മസാല കൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടത് ഈ ഒരു മസാല കൂട്ടില്ലോ, നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ഈ സാധനം. പെരുംജീരകം, നമ്മുടെ തക്കോലം, ഏലക്ക, കറുവാപ്പട്ട എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മസാലകളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പെരുംജീരകം, പിന്നെ ബാക്കിയുള്ള നമ്മുടെ തക്കോലം, ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ മസാല കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇതിൽ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ മസാല കിറ്റായിട്ട് തന്നെ നമുക്ക് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും. പിന്നെ എന്താ ഈ വെളുത്ത നമ്മുടെ കസ്കസ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല കൂട്ട് ദേ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് ബീഫിൻ്റെ, അതായത് നല്ല പോത്തിൻ്റെ ഇറച്ചിയാണ്, പോത്തിൻ്റെ നെഞ്ച് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും, നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് മസാലയാക്കുന്നതെന്ന് നോക്കാം. മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റ് ആക്കിയും ചേർക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അല്പം ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാം. സവാള ഈ ഒരു പരുവത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഒരുപാട് പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1-2 ചേർത്താൽ മതി. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിപ്പോൾ കാശ്മീരി ചില്ലിയാണോ എന്താണെന്ന് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിപ്പിച്ചത്. അപ്പോൾ എരിവും ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് വഴറ്റുക. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിത്ത് ആ ഗ്രേവിയും കൂടെ ചേർത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം.
ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പുരളുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇതുപോലെ ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ചാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാനൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമ്മൾ ഓൾറെഡി ബീഫൊക്കെ വേവിച്ചതാണ്. ഇനി ഒരുപാട് വേവൊന്നും ആവശ്യമില്ല. ഈ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനൊരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ആ ഒരു കളർ കണ്ടോ? ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറിൽ കിട്ടും. ഇത് റോസ്റ്റ് അല്ല, മസാലയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഫൈനലി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു എരിവുണ്ടാവും അതിന്. നമുക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് മസാല. ഇപ്പോൾ ഈ മീനൊന്നും കിട്ടാത്ത സമയത്ത് നമ്മൾ ഇറച്ചിയോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. നിങ്ങൾ ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.